ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 5th സെമ്മിലെ ആധുനിക മലയാള സാഹിത്യ ചരിത്രത്തിലെ സെറ്റ് 1 മോഡൽ ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ ബിയും സെക്ഷൻ സിയാണ് ഇന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ, അതിൻ്റെ സാരാംശം എഴുതുക എന്നാണ്. കിളിയുടെ കൊതി എന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സ്വർണ്ണ കൂട്ടിലടച്ചിട്ടും ഒരുപാട് ഭക്ഷണം തന്നിട്ടുമൊന്നും ഒരു കിളിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തുണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല. അവന് വേണ്ടത് സ്വാതന്ത്ര്യമാണ് എന്നാണ് ഇതിൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബാല്യകാല സഖിയെക്കുറിച്ചുള്ള എം.ബി. പോളിൻ്റെ നിരീക്ഷണം എന്താണ്? ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ഒരേടെന്നാണ് വൈക്കം ബഷീറിൻ്റെ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ഒരു ഏടാണ് ബാല്യകാല സഖി. 18ാമത്തെ ക്വസ്റ്റ്യൻ, N.V. കൃഷ്ണവാര്യരുടെ 2 രചനകളുടെ പേരെഴുതാൻ ഉണരുക മുറിവൈദ്യൻ. 19, മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ എം.ടിയുടെ മഞ്ഞ് എന്ന നോവലിൻ്റെ സവിശേഷത എന്തല്ല? കാത്തിരിപ്പാണ് അതിൻ്റെ സവിശേഷത. വിമല എന്ന അധ്യാപിക സുധീർ കുമാർ എന്ന അവരുടെ കാമുകനെയും കാത്ത് ഒരു മഞ്ഞുകാലത്ത് നൈനിറ്റാളിലിരിക്കുന്ന കഥാസന്ദർഭമാണ് ഈ മഞ്ഞെന്ന കഥയിൽ കൂടി എം.ടി നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ നിരാശയില്ല, വിരസതയില്ല, വിരക്തിയില്ല, അതിൽ കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, എലികൾ എന്ന കവിതയുടെ പ്രമേയത്തെ സവിശേഷതകൾ സംഗ്രഹിക്കുക. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ രൂക്ഷമായ ഒരു പരിഹാസമാണ് ഈ എലി എന്ന കഥയിൽ കൂടി നമുക്ക് കവി കാണിച്ചു തരുന്നത്. എലികൾ N.V. കൃഷ്ണവാര്യരുടേതാണ് എലികൾ എന്ന കവിത. അത് മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെയും രൂക്ഷമായ പരിഹാസവുമാണ് ഇതിൽ കാണിക്കുന്നത്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ബാല്യകാല സഖിയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരെല്ലാം എന്ന് വെച്ചാൽ മജീദും സുഹ്റയുമാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, അച്ഛനും മകളും എന്ന കൃതിയുടെ കേന്ദ്ര പ്രമേയം എന്താണ്? അച്ഛനും മകളും എന്ന കൃതി വള്ളത്തോൾ നാരായണ മേനോൻ്റെതാണ്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മഹിമയാണ് അതിൽ കാണിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദുരാവസ്ഥയിലെ കേന്ദ്ര പ്രമേയം എന്താണ്? ദുരാവസ്ഥയിലെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. 1922 ഇറക്കിയ ഖണ്ഡകാവ്യമാണ് ദുരാവസ്ഥ. അത് നമ്മുടെ കുമാരനാശാൻ്റെതാണ്. കർഷക ജീവിതമാണ് അതിൽ കാണിക്കുന്ന. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. മലബാർ കലാപകാലത്ത് ഏറനാട്ടിൽ ലഹളക്കാരുടെ ആക്രമണത്തിന് ഭയന്നോടിയ സാവിത്രി അന്തർജനം പ്രാണരക്ഷാർത്ഥം ചെന്നത് പുലയനായൊരു ചാത്തൻ്റെ വീട്ടിലാണ്. ആ ചാത്തൻ അവർക്ക് അഭയം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഈ അനീതിയോട് പൊരുതി അവർ ഒന്നിക്കുകയും ചെയ്യുന്നു. ജാതി വ്യവസ്ഥയെ മറികടന്നുകൊണ്ട് അന്തർജനത്തെ ആ ചാത്തൻ വിവാഹം കഴിച്ച് അവർ ജീവിക്കുന്ന കഥയാണ് ദുരാവസ്ഥ. ആ സാവിത്രി അന്തർജനത്തിനുണ്ടായ ദുരാവസ്ഥയാണ്. അന്തർജന കുടുംബത്തിൽ ജനിച്ചിട്ട് അവർക്കൊരു പുലയനായ ചാത്തൻ്റെ ഭാര്യയായി ജീവിക്കേണ്ടി വരുന്നു. എന്നാൽ അവർക്കവിടെ സ്നേഹവും സുരക്ഷിതവും കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് ദുരാവസ്ഥയിലെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചും കർഷക ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കുമാരനാശൻ പറഞ്ഞു തരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇറൂബ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഉറൂബ് എന്ന P.C. കുട്ടിക്കൃഷ്ണൻ എന്ന കവിയുടെ അല്ലെങ്കിൽ കഥാകാരൻ്റെ തൂലിക നാമമാണ് ഉറൂബ്. നിത്യയൗവനം എന്നാണ് അതിനർത്ഥം. നിത്യയൗവനം. കവികളും കഥാകാരന്മാരും ഒരിക്കലും മരിക്കുന്നില്ല, അവർ നിത്യയൗവനമുള്ളവരായിരിക്കും. 25, പൂതപ്പാട്ട്, കാവിലെപ്പാട്ട് എന്നീ കവിതകളുടെ പൊതു സവിശേഷതകൾ സംഗ്രഹിക്കുക. ഭൂതത്തിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഒരു കോവിലകത്ത് കയറി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു വീട്ടിൽ കയറി കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് കുഞ്ഞിനെ കാണാതെ ആ കുഞ്ഞിൻ്റെ അമ്മ കരയുകയും വെപ്രാളപ്പെടുകയും വേദനിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂതം ആ അമ്മയുടെ വേദന കണ്ട്, ആ വിഷമം കണ്ടിട്ട്, ആ മാതൃത്വം കണ്ടിട്ട് അവരെന്ത് ചെയ്യുകയാണ്, ആ കുഞ്ഞിനെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേദനയോടെയാണെങ്കിലും ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ആ ഭൂതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാവിലെ പാട്ട്, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് ഈ പൂതപ്പാട്ടും കാവിലെ പാട്ടും. കാവിലെ പാട്ടെന്ന് പറയുന്നത് കാളിദേവിയുടെ
ക്രൂരതകളെ ഒരു അമ്മയുടെ വാത്സല്യം കൊണ്ട് അവരുടെ സൗമ്യ സ്വഭാവമുള്ള ഒരാളായി മാറ്റാൻ ഈ കാവിലെ പാട്ടെന്ന കൃതിയിലൂടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. അമ്മയുടെ സൗമ്യതയും വാത്സല്യവും നിറഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ ഏതു മക്കളും എത്ര ക്രൂരതയും ഇല്ലാതാകുമെന്നാണ് ഇതിൽ കൂടി കാണിക്കുന്നത്. അടുത്ത സെക്ഷൻ സി ആണ് വീണപ്പൂവ് എന്ന കവിതയുടെ ഭാവപരമായ സവിശേഷതകൾ എന്തല്ല. അതിൽ ശരിക്കും വീണപ്പൂവ്, കുമാരനാശാൻ്റെ വീണപ്പൂവിൽ വിരഹവും ജീവിതത്തിലെ നശ്വരതയുമാണ്. നല്ല ഭംഗിയായി ആ പൂവ് മുട്ടായി വിരിഞ്ഞ് പൂവായി മാറി എല്ലായിടത്തും സുഗന്ധവും വീശി കാണാൻ ഭംഗിയും ഉണ്ടാകുമ്പോൾ അത് ഒരു ദിവസം ഞെട്ടറ്റ് ഭൂമിയിൽ വീണ് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ലയിച്ച് ചേരുകയാണ്. അത് അവൻ ആ കാണുന്ന ആ സമയത്തുള്ള അവൻ്റെ ആ അഹംഭാവം അല്ലെങ്കിൽ ആ സമയത്തുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ തീർച്ചും ഒന്നുമില്ലാതായ നശ്വരനായി മാറുന്നുവെന്നാണ്. അടുത്തത് 27 നാലുകെട്ട് എന്ന നോവലിലൂടെ അനാവൃതമാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ. അത് MT വാസുദേവൻ നായരുടെ ഫസ്റ്റ് നോവലാണ്. അപ്പുണ്ണിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. നാലുകെട്ടിൽ അപ്പുണ്ണി അവരുടെ നാലുകെട്ടിനുള്ളിൽ കിടന്ന് വിഷമിക്കുകയും അപ്പുണ്ണിയുടെ അമ്മ ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കുകയും അതിനാൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അവസാനം അപ്പുണ്ണി നാട് വിട്ടു പോയി സ്വന്തമായ സമ്പത്തുണ്ടാക്കി ആ നാലുകെട്ട് കാരണവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അപ്പുണ്ണി വാങ്ങിച്ച് അമ്മയും അപ്പുണ്ണിയും എല്ലാവരുമായി താമസിക്കുന്ന ഒരു കഥയാണ് MT വാസുദേവൻ നാലുകെട്ടിലൂടെ കാണിക്കുന്നത്. അടുത്തത് മരുമക്കത്തായത്തിൻ്റെ തകർച്ച, നായർ തറവാടിൻ്റെ പശ്ചാത്തലവുമാണ് ഇതിൽ കാണിക്കുന്നത്. 28 കൊച്ചുതൊമ്മൻ എന്ന കവിതയിലെ ഭാവപരമായ സവിശേഷതകൾ എന്തെല്ലാമാണ്. NV കൃഷ്ണവാര്യരുടേതാണ്. വിശപ്പാണ് ഇതിൽ കാണിക്കുന്നത്. NV കൃഷ്ണവാര്യരുടെ എല്ലാ കൃതികളിലും വിശപ്പിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. സാമൂഹ്യ വിമർശനമാണ് ശരിക്കും ഇതിൽ കാണിക്കുന്നത്. NV കൃഷ്ണവാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊച്ചുതൊമ്മൻ എന്ന കവിത നമ്മൾ പറഞ്ഞു. 28ാമത്തെ NV കൃഷ്ണവാര്യരാണ്. വിശപ്പ് എന്ന യാഥാർത്ഥ്യമാണ് അവിടെ കാണിക്കുന്നത്. സാമൂഹ്യ വിമർശനവുമാണ് അവിടെ പശ്ചാത്തലം. എന്നാൽ 29ാമത്തെ ക്വസ്റ്റ്യൻ 1947 മുമ്പുള്ള കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അതിനെ വിലയിരുത്താൻ പറയാണ്. ഉറൂബ് എന്നാൽ തൂലികനാമമുള്ള PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്ന തൂലികനാമത്താൽ PC കുട്ടിക്കൃഷ്ണൻ എഴുതിയതാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇതിൽ പ്രണയകഥ എന്നതിലുപരി മലബാർ കലാപം, രണ്ടാം ലോക മഹായുദ്ധം, സ്വതന്ത്ര സമരം, കടന്നുപോകുന്ന ജനജീവിതങ്ങൾ അതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30 ബഷീറിൻ്റെ രചനാശൈലിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ്. ലളിതമായ സംഭാഷണ ശൈലിയാണ്. ഹാസ്യം നിറഞ്ഞതാണ്. അദ്ദേഹം പച്ചയായ ജീവിതം തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം എഴുതുന്നത്. ഒന്നിൽ പോലും ഒരു കലർപ്പുമില്ലാതെ അദ്ദേഹം പച്ചയായി എല്ലാവരുടെയും ജീവിതങ്ങൾ തുറന്നു കാണിച്ച് അവരുടെ അതേ ലാംഗ്വേജ്, അവർ സംസാരിക്കുന്ന അതേ ഭാഷ, ആ തരത്തിലാണ് ഓരോ ജീവജാലങ്ങളെയും അദ്ദേഹം കഥാപാത്രങ്ങളാക്കിയാണ് ബഷീർ രചനകൾ ചെയ്യുന്നത്. കാത്തുമ്മയുടെ ആടായാലും ബാല്യകാല സഹിയായാലും എൻ്റെ ഉപ്പാക്കൊരാനയുണ്ട്, അങ്ങനെ ഒത്തിരി കഥ എല്ലാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പച്ചയായ ജീവിത ചരിത്രമാണ് ശരിക്കും അദ്ദേഹം കഥയായി എഴുതുന്നത്. 31ാമത്തത് ആശാൻ്റെ സ്തോത്രകാവ്യങ്ങൾ. ആശാൻ്റെ സ്തോത്രകാവ്യങ്ങൾ ഒന്ന് നമുക്ക് എക്സാമ്പിൾ പറയാം. ഒന്ന് ആനന്ദലഹരി, നിജാനന്ദ വിലാസം. ഇതിൽ ആത്മീയതയുണ്ട്, ഗുരുഭക്തിയുണ്ട്, അദ്വൈത ദർശനം ഉണ്ട്. അടുത്തത് 31ാമത്തത് ആശാൻ്റെ സ്തോത്രകാവ്യങ്ങൾ. അതിൽ അരുത് കാട്ടാള കൊക്കിനെ എന്ന് അരുത് കാട്ടാള എന്ന് പറയുന്ന അത് ഒരു 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇതിലെ ആശയം എന്നാണ് മാനവികതയുണ്ട്, മനുഷ്യൻ്റെ സ്നേഹബന്ധമുണ്ട്. ഇതിൽ മാനിഷാദ് എന്ന് പറയുന്നത് അരുത് കാട്ടാള എന്ന് നമ്മുടെ വാൽമീകി പറയുന്ന 2 കൊക്കുകളിൽ ഒരു ഇണയായ ഒരു കൊക്കിനെ കാട്ടാളം കൊല്ലുമ്പോൾ നമ്മുടെ വാൽമീകി പറയുന്ന വാക്കാണ് വയലാർ രാമവർമ്മ എഴുതിയിരിക്കുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു സത്യശാസ്ത്രയും. വാൽമീകി അതിൽ കഥാപാത്രമായിക്കൊണ്ട് വയലാർ രവിവർമ്മ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് മാനിഷാദ്. ഈ മാനിഷാദ് എന്ന് വെച്ചാൽ അരുത് കാട്ടാള എന്നാണ്. അതിൽ പറയുന്ന വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ. സാറാ ജോസഫിൻ്റെ ആളോഹരി ആനന്ദം എന്ന നോവലിൽ പ്രമേയമായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ സ്ത്രീ ലൈംഗികതയും കുടുംബഘടനയുടെ വിമർശനവുമാണ്. അതിൽ ലൗലി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം,
സൂസി അവർ സ്വർഗരതികൾ ചെയ്യുന്നവരാണ്. അവർ രണ്ടുപേരും സ്ത്രീകളാണ്. അവർ വിവാഹം കഴിക്കുന്നു. അവർ പാരമ്പര്യമായിട്ടുള്ള എല്ലാത്തിനെയും കെട്ടുപാടുകളെയും മറച്ചുകൊണ്ട് അവർ ഒന്നിച്ച് ജീവിക്കുന്നു. ജോസഫാണ് ലൗലിയെ കല്യാണം കഴിച്ചത്. പക്ഷേ ജോസഫിനോടുള്ള ജീവിതം അവൾക്ക് അസഹ്യമായി മാറുകയാണ് ചെയ്യുന്നത്. ആറ്റുംപുറം കുടുംബത്തിലാണ് ജോസഫ് ജനിച്ചത്. അതാണ് കഥാസന്ദർഭം എന്ന് പറയുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ഉമാകേരളം എന്ന കൃതിയുടെ സവിശേഷത എന്താണെന്നാണ്. ഉമാകേരളം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതിയതാണ്. തിരുവിതാംകൂർ ചരിത്രം രാജവാഴ്ചയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഈ ഉമാകേരളത്തിൽ ശരിക്കും ഭാഗം 19 ഉണ്ട്, ശ്ലോകം 2000-ലധികമുണ്ട്. രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങളും ശത്രുക്കളുടെ ആക്രമണങ്ങളും ഉണ്ടായപ്പോൾ ഉമയമ്മ റാണി നേരിട്ട പ്രതിസന്ധികളും അവസാനം അവർ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഇതിവൃത്തമാണ് ഈ ഉമാകേരളത്തിലൂടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നത്. അടുത്ത കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത അസ്തിത്വവാദമാണ്. എന്ന് വെച്ചാൽ ബോധമനസ്സിനേക്കാൾ അബോധ മനസ്സിനെ ആദരിക്കുകയും റൊമാൻസിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഉന്നത സംസ്കാരങ്ങൾക്കിടയിലെ ഒരു സാഹിത്യ വിഭാഗമാണ് ഇത് കാൽപ്പനികത എന്ന് പറയുന്നത്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ, ഉമ്മാച്ചു എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഉമ്മാച്ചു മാനവികതയിൽ അതിനെ ഊന്നിക്കൊണ്ട് ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ഉമ്മാച്ചുവിൽ എന്ന കേന്ദ്ര കഥാപാത്രം. അതുപോലെ മായൻ, ചിന്നമ്മ, ബീരാൻ, അബ്ദു, ചാപ്പുണ്ണി, ഹസൻ, ആമിന. അപ്പോൾ ഇത് ഉമ്മാച്ചുവിനെ പ്രണയിക്കുന്ന മായൻ അവസാനം ഉമ്മാച്ചു വേറെ കല്യാണം കഴിക്കുകയും മായൻ പിന്നെ തിരിച്ചു വന്ന് അവരുടെ ഭർത്താവിനെ കൊന്നിട്ട് മായൻ തന്നെ ഉമ്മാച്ചിനെ കല്യാണം കഴിക്കുകയും ഉമ്മാച്ചു ആദ്യം കഴിക്കുന്നതിലുണ്ടായ മകനാണ് അബ്ദു ഈ അച്ഛനെ കൊല്ലുന്നത് കാണുന്നു, മായനോട് വൈരാഗ്യം കാണിക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയാണ് ഉമ്മാച്ചു എന്ന് പറയുന്നത്. ഉറൂബിൻ്റെയാണ്, PC കുട്ടികൃഷ്ണൻ്റെതാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ബഷീർ കൃതികളിലെ ജീവിതാവിഷ്കാരം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 കൃതികളെ പറയുകയാണെങ്കിൽ ഒന്ന് പാത്തുമ്മായുടെ ആട്, ഒന്ന് ബാല്യകാല സഖി നമുക്കെടുക്കാം. അതിൽ അനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. സാധാരണക്കാരുടെ ജീവിതം, ഹാസ്യം, ദയ, പ്രകൃതി സ്നേഹം, മാനവികത എല്ലാം നമ്മുടെ ബഷീറിൻ്റെ കഥകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രചന എന്ന് പറയുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ രചന എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. പാത്തുമ്മയുടെ ആട് എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഓരോ ജീവിയുടെയും ആടാണെങ്കിൽ ആ വീട്ടിലെ എല്ലാ വസ്തുക്കളും തിന്ന് നശിപ്പിക്കുന്ന ഒരാട്, നിസ്വാർത്ഥനുമായ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ. അബ്ദുൽ ഖാദർ എന്ന അനുജൻ, അവൻ സ്വാർത്ഥനാണ്. എപ്പോഴും ബഷീറിനെ എന്തു ചെയ്യും, ഓരോ കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വാപ്പായുടെ നടി വാങ്ങിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കുക, ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്ന പ്രകൃതമാണ്. പിന്നെ ബഷീറിൻ്റെ ഉമ്മ, നിഷ്കളങ്കയായ ഉമ്മ, ആ വീടിനുള്ളിൽ കഴിയുന്ന ഓരോ സ്ത്രീകളുടെയും ദയനീയമായ അവസ്ഥ. അവർക്ക് സമയത്ത് ഭക്ഷണമില്ല. ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ അവരുടെ അടുക്കളകളിൽ സ്ത്രീകൾക്ക് ഭക്ഷണം കാണില്ല. അതിലൊരു കാക്ക വന്ന് നോക്കുന്നതും ആ കാക്കയെ കഥാപാത്രമാക്കുന്നുണ്ട്, എലിയെ കഥാപാത്രമാക്കുന്നുണ്ട്, ചാമ്പമരത്തെ കഥാപാത്രമാക്കുന്നുണ്ട്. അതിലെ ഓരോ മുക്കിലും മൂലയിലും ഓരോ കഥാപാത്രങ്ങളായിട്ട് ബഷീർ അദ്ദേഹത്തിൻ്റെ രചനയിൽ കൂടി ഓരോ ജീവജാലങ്ങളെയും കഥാപാത്രമാക്കി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പാത്തുമ്മായുടെ ആട് എന്ന് പറയുന്നത് MB പോൾ തന്നെ പറഞ്ഞു, ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ഒരു ഏടാണ്. ഒരു ഏടിന് തുല്യമാണ് പാത്തുമ്മായുടെ ആട്. ഒരു മനുഷ്യൻ്റെ ഒരു സാമൂഹിക ജീവിത പശ്ചാത്തലം, ആ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ 19ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ് പാത്തുമ്മായുടെ ആട് എന്ന് പറയുന്ന കഥ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥയാണ് ബാല്യകാല സഖിയിൽ മജീദും സുഹ്റായുമാണ്. അവർ രണ്ടും കുട്ടിക്കാലം മുതൽ അയൽക്കാരായിരുന്നു. മജീദിൻ്റെ സുന്നത്ത് കല്യാണം നടക്കുന്നതും മജീദ് അതിൽ അനുഭവിക്കുന്ന വേദനകളും അത് കണ്ട് സുഹ്റാക്കുണ്ടാകുന്ന ഇതും അവസാനം ഇത് സുഹ്റായെ മറ്റൊരാൾ കാത്തിരുന്ന് അവസാനം സുഹ്റായെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതും മജീദ് അവിടം വിട്ട് പോവുകയും മജീദിൻ്റെ ഒരു കാല് നഷ്ടപ്പെടുകയും അവിടെ ദുരന്തമാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. സുഹ്റായുടെ ഒരു വിവാഹം കഴിച്ചു പോകുന്നെങ്കിൽ അവിടെയും സുഹ്റായ്ക്കും ജീവിതം ദുരന്തമായിരുന്നു, മജീദിൻ്റെ ജീവിതവും ദുരന്തമായിരുന്നു. എങ്കിലും പച്ചയായ ആ നിഷ്കളങ്കമായ സ്നേഹം, സത്യസന്ധത ആ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള നേർക്കാഴ്ചകളാണ് ബഷീർ കഥകളിൽ കൂടി
നമുക്ക് പ്രകടമാകുന്നത്. ബഷീറിൻ്റെ ജീവിത ആവിഷ്കാരങ്ങൾ എപ്രകാരമായിരുന്നുവെന്ന് ഈ കൃതികളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പാത്തുമ്മായുടെ ആട്, ബാല്യകാല സഖി, എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു, അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും. അവിടെ ഈ ബഷീറിൻ്റെ കഥകളിലും എന്താണ്, വിശപ്പ് ഒരു വില്ലനായിരുന്നു. അദ്ദേഹം നാടും വീടും വിട്ട് പലയിടങ്ങളിലും കഥകൾ എഴുതാൻ നടക്കുമ്പോൾ അവിടെയെല്ലാം ജന്മദിനത്തിന് പോലും അദ്ദേഹം പട്ടിണി കിടക്കുന്ന ദിവസങ്ങളുണ്ട്. അവസാനം വിശപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹം മോഷ്ടിച്ച് കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച എന്തൊക്കെയാണെന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓരോ കഥകളിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് വളരെ ഹാസ്യമാണ്, ലളിതമാണ് ഇദ്ദേഹത്തിൻ്റെ